അല്ല ഞങ്ങള് ഇന്റർകാസ്റ്റ് ആണ്, അതിന്റെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു കുറച്ച് നാളുണ്ടാവും. ഞാൻ നോക്കിയെടുത്തോളം ഇപ്പൊ ഒരു 60+ ഇരിക്കണ കുറച്ച് കാരണന്മാരുടെ കാലം കഴിയണവരെ ഇതൊക്കെ ഓടുള്ളൂ. ഇത് കഴിഞ്ഞതൊക്കെ പോവും. ഇപ്പൊ ഞാൻ ഇത് കുറച്ച് പേരിങ്ങനെ കുറച്ച് പേടി കൂട്ടി. പിന്നെ അവസാനം നമുക്ക് എപ്പോഴും ഒരു കമാൻഡിങ് പവർ ഉണ്ടായിരിക്കണം. അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അത് നമുക്ക് ജോബ് വേണമെങ്കിൽ ജോബിൽ വേണം, അല്ലെങ്കിൽ ഇത് ഉണ്ടായിരിക്കണം. നമുക്ക് ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാം ഫൈനാൻഷ്യലി ബേസ്ഡ് ആണ് ഒക്കെ. ഇതാണ്ട് ഇപ്പൊ ഞാൻ ഒരു ഇൻഫ്ലുവൻസർ ആയി അല്ലെങ്കിൽ ഞാൻ അതായി ഇതായി എന്ന് പറഞ്ഞാലും ഒരാൾ കുടുംബത്തിൽ വേണ്ടിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് നല്ല ഡിമാൻഡ് അല്ലേ? യൂട്യൂബ് ചാനലുള്ള ആളുകൾക്കാണ് അതിന്റെ റീസൺ സാമ്പത്തികം. അതാണ് ബേസ്. അതാണ് ഇപ്പൊ നമ്മൾക്ക് ആ ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാ പിന്നെ സർക്കാർ ജോലി ഇത് രണ്ടായപ്പോ അവിടെയും ഒരു 50% പണി കഴിഞ്ഞു. പിന്നെ കരഞ്ഞ് കാല് പിടിക്കിട്ടാണ് നമ്മുടെ വഴി. അതൊക്കെ കഴിഞ്ഞ് റെഡിയാക്കി. മറ്റേ സിനിമയിലെ നിവിൻ പോളി ശ്രീനിവാസന്റെ കാല് പിടിച്ച പോലെയായിരുന്നു ചേച്ചി കാല് പിടിച്ചത്. അച്ഛൻ കരഞ്ഞിട്ട് എന്റെ കാല പിടിച്ചത്. എന്റെ മോളുടെ ജീവിതം എന്തായാലും പോയി. ഇനി എന്തെങ്കിലുമൊക്കെ തൊട്ടപ്പുറത്ത് വീട്ടിലുള്ള ആൾക്ക് സെന്റിമെന്റ്സ് ഞാൻ. പക്ഷെ ഇത് ഭയങ്കര അടിപൊളിയല്ലേ ചേച്ചി? ഇപ്പൊ എന്തെങ്കിലും ഒരു അടിയായി കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ പോകുന്നുണ്ട്, തൊട്ടപ്പുറത്തേക്ക് പോവാ. അത് എനിക്ക് പറമ്പ് കൂടെ കടന്നു പോയാ ഒരു വീടുള്ളോ, ഇതിലെ പോയ 3 വീടും. അപ്പൊ ആൾക്കാര് പറയും ഈ താരം ഒന്നും എന്തോ അടിയായിട്ടാണ് തോന്നുന്നു. അങ്ങനെ പറയാറുണ്ടോ? പിന്നെന്തോ. ഇതിലെ പോകുമ്പോ നാട്ടുകാര് കാണും, ഇതിലെ പറമ്പ് കൂടെ ചാടിപ്പോയാ മതി. ഇതിലെ പോകുമ്പോ ആൾക്കാര് ചോദിക്കും എന്താ മോളെ പ്രശ്നമായോ പ്രശ്നമായോ. സ്ഥിരമുണ്ട്. പിന്നെ നമുക്ക് സുഖ എങ്ങടേലും പോവാണെങ്കിൽ നീ വീട്ടിൽ പൊക്കോന്നോണ്ട് എനിക്ക് പോവാ, കൊണ്ടാക്കുക അങ്ങനത്തെ ചടങ്ങൊന്നും ആവശ്യമില്ല. അതും ഉപകാരമാണ്. ഉപകാരവും ഉപദ്രവവും രണ്ടിലും എല്ലാ പരിപാടിക്കും ഉണ്ട്. അപ്പൊ നമ്മള് ഇവിടെ വീട്ടിലാന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടെ വല്ല പ്രൈവറ്റ് പരിപാടി അറേഞ്ച് ചെയ്യുമ്പോഴായിരിക്കും എൻട്രി കാലൻ പ്രത്യക്ഷപ്പെടുന്ന പോലെ ഒന്ന് കേറും.